എയർ ബാഗിൻ്റെ കാര്യം പറയുമ്പോൾ എയർ ബാഗ് ഇവിടെ മാത്രമേ ഉള്ളൂ, ഡ്രൈവർ സൈഡ് മാത്രമേ ഉള്ളൂ, കോ ഡ്രൈവർ സൈഡിലൊന്നുമില്ല. ഷെഡിലൊക്കെ ഇട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു വല്ലാത്തൊരു എന്താ പറയുക സ്മെല്ല് വരും. നോക്കുമ്പോൾ ഫ്രണ്ടൊക്കെ പക്കയായിട്ട് കാണാം, മുമ്പിൽ എന്താ ഉള്ളതെന്ന് കണ്ടറിഞ്ഞ് ഓടിക്കാം. അതുകൊണ്ട് തന്നെ ഭയങ്കര സുഖമാണ് വണ്ടി ഓടിക്കാൻ. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഓറഞ്ച് സോൺ. ഇന്ന് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വണ്ടി അതൊരു ന്യൂ സീരീസ് എന്ന് പറയാൻ പറ്റില്ല, ന്യൂവിലും ഓൾഡിലും എല്ലാത്തിലും വരുന്ന ആ ഒരു ജനറേഷനിൽ പെട്ട ഒരു വണ്ടിയാണ്. നമ്മളിപ്പോൾ ഒരു യാത്ര പോകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലൊരു 6-7 പേരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് കൺസിഡറേഷൻ കൊടുക്കുന്ന ഒരു വണ്ടി തന്നെയാണ്. അത് ഏത് കുന്നും മലയും കയറി പോകാനുള്ള ക്യാപ്പബിൾ ആയിട്ടുള്ള ഒരു വണ്ടിയും കൂടിയാണത്. സോ ആ വണ്ടിയെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. സോ ഇതാണ് നമ്മൾ പറയുന്ന ആ പുതിയ വണ്ടി. എല്ലാവർക്കും അറിയുന്ന പോലെ മഹേന്ദ്രയുടെ ബൊലേറോ ആണ്. Situation got me running like I'm losing my mind. All for you. I feel with every little step I take I'm crossing your line. All for you. നമ്മുടെ മഹേന്ദ്ര ബൊലേറോ പുതിയ ഏറ്റവും പുതിയ വേർഷനാണ് മഹേന്ദ്രയുടെ. ഏകദേശം നമ്മൾ കാണാൻ തുടങ്ങിയിട്ട് 2000-ൽ തന്നെ ഇതിൻ്റെ ഒരു വേർഷൻസ് നമുക്ക് ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. അർമാഡ എന്ന് പറഞ്ഞിട്ടുള്ള മുത്തശ്ശനായിരുന്നു ഇവൻ്റെ പിൻഗാമി. ജീപ്പിൽ നിന്ന് ആ ഒരു ബോക്സി ഡിസൈനൊക്കെ നമ്മുടെ മഹേന്ദ്ര കടമെടുത്തതിന് ശേഷം ഇറങ്ങിയേക്കുന്ന കുറച്ചുകൂടി ലക്ഷറി ടൈപ്പിലേക്ക് മാറിയ ഒരു ലെവലായിരുന്നു അത്. ആ 2099-2000 കാലഘട്ടങ്ങളിൽ ലക്ഷറിന് കുറച്ചുകൂടി പ്രാധാന്യം കൊടുത്ത് ഇറങ്ങിയ വണ്ടിയാണ് ഈ ഒരു മഹേന്ദ്ര ബൊലേറോ. സോ മഹേന്ദ്ര ബൊലേറോയുടെ വിശേഷങ്ങളിലേക്ക് കിടക്കാം. വെൽക്കം ടു ദ വീഡിയോ. മഹേന്ദ്ര ബൊലേറോയുടെ 2020 മോഡലിൽ B6 ഓപ്ഷണൽ വേരിയൻ്റ് ആണിത്. ബൊലേറോയുടെ വേരിയൻറ്റുകൾ ഏതൊക്കെയെന്ന് നോക്കാം. B2, B4, B6 ആൻഡ് B6 ഓപ്ഷണൽ. ഈ B2 വേരിയൻറ്റ് നമുക്ക് സാധാ സിറ്റിസൺസിന് കിട്ടത്തില്ല, അത് ഗവൺമെൻറ് പർപ്പസിന് വേണ്ടി മാത്രമായിട്ടുള്ള വണ്ടിയാണ്. ദെൻ B4, B6, B6 ഓപ്ഷണൽ, ഇതാണ് നമ്മുടെ സാധാ സിറ്റിസൺസിന് വേണ്ടിയിട്ട് മഹേന്ദ്ര കൊടുക്കുന്നത്. ബൊലേറോൻ്റെ എക്സ്റ്റീരിയർ ഫീച്ചേഴ്സിനെ പറ്റി പറയുമ്പോൾ ഫസ്റ്റ് തന്നെ എടുത്ത് പറയാനുള്ളത് നമ്മുടെ ഹെഡ്ലാമ്പ് യൂണിറ്റ് ആണ്. ഹെഡ്ലാമ്പ് യൂണിറ്റ് ഹാലോജൻ ആണ് വന്നിരിക്കുന്നത്. അത് ഡിമ്മും ബ്രൈറ്റും ആയിട്ട് തന്നെ കോൺഫിഗർ ചെയ്തിട്ടുണ്ട്. ദെൻ ഇതിൻ്റെ തൊട്ട് ഇപ്പുറത്ത് തന്നെയാണ് നമ്മുടെ കോർണറിങ് ലാംപ്സ് ഒക്കെ വന്നിരിക്കുന്നത്. ദെൻ ഈ ഒരു ഏരിയയിലാണ് ഇൻഡിക്കേറ്റർ വന്നിരിക്കുന്നത്, കുറച്ച് ഉള്ളിലേക്കായിട്ടാണ് ഇൻഡിക്കേറ്റർ വന്നിരിക്കുന്നത്. തൊട്ട് താഴെ തന്നെ ആയിട്ടാണ് ഫോഗ് ലാമ്പ് കൊടുത്തിരിക്കുന്നത്. ഗ്രില്ലിനെ പറ്റി പറയുമ്പോൾ നല്ല അതിൻ്റെ ഗ്യാപ്സ് നല്ലോണമുള്ള ഗ്രില്ലാണ് വന്നിരിക്കുന്നത്. എയർ സർക്കുലേഷൻ മാക്സിമം അതിൻ്റെ ഉള്ളിലേക്ക് കയറിക്കും. പിന്നെ ഇവിടെ ഒരു മഹേന്ദ്രയുടെ ബാഡ്ജ് വന്നിട്ടുണ്ട്. ഇത് പഴയ മഹേന്ദ്രയുടെ ബാഡ്ജാണ്. ഇപ്പോൾ വരുന്നത് ആ പൂമ്പാറ്റ ടൈപ്പ് ബാഡ്ജാണ് വരുന്നത്. 2020 മോഡലാണ്. 21 ശേഷമാണ് ആ ഒരു ബാഡ്ജിലേക്ക് കൺവേർട്ട് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഏരിയയൊക്കെ ഇതിലൊക്കെ ഒരു ഗ്രില്ല് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇത് ഫുള്ള് നമ്മുടെ എയർ അടിച്ച് കയറാൻ വേണ്ടി തന്നെ ആയിട്ട് വെച്ചേക്കുന്നത് പോലെയാണുള്ളത്. ഇതൊക്കെ സ്റ്റീൽ ഫെൻഡേഴ്സ് ആണ് വന്നിരിക്കുന്നത്, സാധാ ഫൈബർ അല്ല, ഫുള്ളി സ്റ്റീലാണ് വന്നിരിക്കുന്നത്. ബൊലേറോൻ്റെ സൈഡ് വ്യൂവിൽ പറയുമ്പോൾ നമുക്ക് സ്റ്റീൽ റിമാണ് കൊടുത്തിരിക്കുന്നത്. 15 ഇഞ്ചാണ് സ്റ്റീൽ റിം. 215/60 ടയർ സൈസ് വന്നിരിക്കുന്നത്. ഈ ഒരു വീൽ ആർച്ച് ഇവിടെ നിന്നിട്ട് തുടങ്ങിയിട്ട് അത് വരുന്നിട്ട് ഫുഡ് സ്റ്റെപ്പ് ആയിട്ട് അവിടെ കൺവേർട്ട് ചെയ്യുന്നുണ്ട്, B പില്ലർ C പില്ലറിൻ്റെ ഇടയ്ക്കായിട്ട്. അത് പ്രായമായുള്ളവർക്കൊക്കെ കയറാനും ഇറങ്ങാനൊക്കെ സൗകര്യപ്രദമായിട്ടുള്ളൊരു സാധനമാണ്. ഇവിടെയാണ് ഇതിൻ്റെ എഞ്ചിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ. എംഹോക്ക് എഞ്ചിനാണെന്ന് നമുക്ക് വായിച്ചാൽ മനസ്സിലാവുന്ന രീതിയിൽ എഴുതി വെക്കുന്നത്. പവേർഡ് ബൈ എംഹോക്ക് എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ആർച്ച് ഇവിടെ നിന്നിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇങ്ങോട്ട് കണ്ടിന്യൂ ചെയ്ത ശേഷം ഇവിടെ ഒരു ഇൻഡിക്കേറ്റർ ആയിട്ട് ഇത് ഇൻഡിക്കേറ്റർ ഇതിൻ്റെ ഉള്ളിൽ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ ബോഡി കളർ തന്നെയാണ് ORVM വന്നേക്കുന്നത്. അത് ഇലക്ട്രിക്കലൊന്നുമല്ല, മാനുവലി അഡ്ജസ്റ്റബിൾ തന്നെയാണ്. ഈ ഒരു റെയിൻ ഗാർഡൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് എക്സ്ട്രാ വർക്ക് ചെയ്തതായിരിക്കാം. ബ്ലാക്ക് കളറാണ് നമ്മുടെ ഡോറിൻ്റെ ഹാൻഡിൽസ് ഒക്കെ വന്നിരിക്കുന്നത്. പിന്നെ സെക്കൻഡ് റോയിലും അത് തന്നെയാണ് അവസ്ഥ. ഇവിടെ ഒരു ബൊലേറോ B6 വേർഷൻ ആയതിൻ്റെ ശേഷമുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആഡ് ബ്ലൂവിൻ്റെ ലിഡാണ് ഇവിടെ ഉള്ളത്. ഇവിടെയൊക്കെ ഒരു സ്റ്റിക്കർ വർക്ക്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ബാക്കിലെ വ്യൂവിലേക്ക് പോകുകയാണെങ്കിൽ ഇതൊക്കെ ഹാലോജൻ ടൈപ്പുള്ള നോർമൽ ലാമ്പാണ് വന്നിരിക്കുന്നത്. പിന്നെ ഹാൻഡിൽസിൽ ബ്ലാക്ക് കളറുടെ ഹാൻഡിൽസും, ഇവിടെ വൈപ്പർ കൊടുത്തിട്ടുണ്ട്. വൈപ്പറിൻ്റെ വാഷറും ഇവിടെ തന്നെയാണുള്ളത്. പിന്നെ സ്റ്റെപ്പിനി ഇതിൻ്റെ മുകളിൽ തന്നെ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ബൊലേറോ എന്ന് പറഞ്ഞിട്ടുള്ള ബാഡ്ജ് ഇവിടെ വെച്ചിട്ടുണ്ട്. മഹേന്ദ്രയുടെ സൈനും കാര്യങ്ങളൊക്കെ കാണാം. ഇതിൻ്റെ റൈറ്റ് സൈഡിലാണ് ഫ്യൂൽ ലിഡൊക്കെ വന്നിട്ടുള്ളത്. ഇപ്പുറത്തെ സൈഡിൽ, അപ്പുറത്തെ സൈഡ് ആഡ് ബ്ലൂവും ഇപ്പുറത്തെ സൈഡ് ഡീസലിൻ്റെ സ്ഥലമാണുള്ളത്. പിന്നെ സസ്പെൻഷൻ ലീഫ് ടൈപ്പാണ്. പിന്നെ ഇൻറ്റീരിയർ ഒന്ന് നോക്കി നോക്കാം. ഇൻറ്റീരിയറിൽ ഡോറിൽ പ്രത്യേകം സാധനങ്ങളൊന്നുമില്ല. ആകെ കുറച്ച് എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വെക്കാനുള്ള ചെറിയ എന്തെങ്കിലും കോയിൻസ് ഒക്കെ വെക്കാനുള്ള സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. ഇവിടെ ഒരു ഹാൻഡിലുണ്ട്. ബൊലേറോയുടെ സ്റ്റിയറിംഗിൽ വലിയ ഗിമ്മിക്സ് ഒന്നും കൊടുത്തിട്ടില്ല. സ്റ്റിയറിംഗ് കൺട്രോൾസോ കാര്യങ്ങളോ ഒന്നുമില്ല. ആകെ ഒരു ഹോൺ മാത്രമുണ്ട്. പിന്നെ ഒരു എയർ ബാഗ് ഉണ്ട്. എയർ ബാഗിൻ്റെ കാര്യം പറയുമ്പോൾ എയർ ബാഗ് ഇവിടെ മാത്രമേ ഉള്ളൂ, ഡ്രൈവർ സൈഡ് മാത്രമേ ഉള്ളൂ, കോ ഡ്രൈവർ സൈഡിലൊന്നുമില്ല. റിയറിലും സൈഡിലോ കർട്ടൻസിലോ ഒന്നും എവിടെയും കാണുന്നില്ല.
ദെൻ ഇവിടെയാണ് ഇതിൻ്റെ ഐഡിയൽ സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്വിച്ചും പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഹെഡ് ലാമ്പിൻ്റെ കൺട്രോൾസും വന്നിരിക്കുന്നത്. അതിന് തൊട്ട് മുകളിൽ തന്നെ AC വെൻറ്റുകളും ഉണ്ട്. ദെൻ ഈ ഒരു ഏരിയ ഇതൊക്കെ പുതിയതാണ്, കെൻവുഡിൻ്റെയാണ്. കെൻവുഡൊക്കെ ഇപ്പോഴും ഉണ്ടോ എന്തോ. കെൻവുഡിൻ്റെ ഒരു സ്റ്റീരിയോ ആണ് വന്നേക്കുന്നത്, സാധാ ബേസിക് സ്റ്റീരിയോ ആണ് വന്നേക്കുന്നത്. അതിൽ ഇതേപോലെ തന്നെ 2 സ്പീക്കേഴ്സും കൊടുത്തിട്ടുണ്ട്. ക്ലൈമറ്റ് കൺട്രോളൊക്കെ സാധാ ക്ലൈമറ്റ് കൺട്രോളാണ് വന്നിരിക്കുന്നത്. പിന്നെ വേറെ പ്രത്യേകിച്ച് സംഭവങ്ങളൊന്നുമില്ല. പിന്നെ ഒരു 12 വോൾട്ട് ചാർജർ ഇവിടെയുണ്ട്. വേറെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ചാർജ് ചെയ്തിട്ട് വേണമെങ്കിൽ വെക്കാനുള്ള, മൊബൈൽ വെക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഗിയർ അതേപോലെ ലെതർ റാപ്പിഡ് പോലെയാണ് വന്നേക്കുന്നത്. അത് ഒരു ലെതർ ടൈപ്പ് മെറ്റീരിയലാണ്. ഹാൻഡ് ബ്രേക്ക് ഇവിടെ ഉണ്ട്. ദെൻ വിൻഡോസിൻ്റെ കൺട്രോൾസ് ഒക്കെ പണ്ടത്തെ പോലെ തന്നെ ഇവിടെ തന്നെയാണ് വെച്ചേക്കുന്നത്. ഇവിടെ 2 ബോട്ടിൽ ഹോൾഡർ വെക്കാനുള്ള ഏരിയ ഉണ്ട്. ഇവിടെ ചെറിയ എന്തെങ്കിലും സാധനങ്ങൾ വെക്കാനുള്ള ഏരിയ ഉണ്ട്. പിന്നെ സീറ്റ് കവറൊക്കെ ഓണർ തന്നെ ചെയ്യിപ്പിച്ച സാധനമാണ്. ഗ്ലൗ ബോക്സ് കുഞ്ഞ് ഗ്ലൗ ബോക്സ്, പ്രത്യേകിച്ച് ഒന്നുമില്ല. പിന്നെ ഓഫ് റോഡ് സെറ്റപ്പിനൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് പിടിക്കാനുള്ള ഒരു ഹാൻഡിലൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. ക്യാബിൻ നോയ്സ് ഒന്നും പണ്ടത്തെ പോലെ അല്ല, നല്ലോണം കുറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ഒക്കെ നല്ലോണം മാറിയിട്ടുണ്ട്. അതിലിപ്പോൾ ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ആയിട്ടുണ്ട്. അത്യാവശ്യം ആവശ്യമുള്ള ഫീച്ചേഴ്സും കാര്യം ചെറിയ എല്ലാം നോർമൽ സംഭവങ്ങൾ തന്നെ ഉള്ളൂ. പിന്നെ ഇവിടെ ഒരു മീറ്റർ കൊടുത്തിട്ടുണ്ട്. അതിൽ ട്രിപ്പ് മീറ്ററൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ അവിടെയുണ്ട്. ദെൻ ഹസാർഡ് ലാമ്പ് ഇവിടെയുണ്ട്. വേറെ വലിയ കൺഫ്യൂഷൻ ആകേണ്ട സാധനങ്ങളൊന്നുമില്ല അതിൽ. പിന്നെ ORVM ഇൻസൈഡ് റിയർ വ്യൂ മിറർ സാധാ ടൈപ്പ് തന്നെയാണ്. ടിക്കറ്റ് ഹോൾഡറിൽ പ്രത്യേകിച്ചൊന്നുമില്ല. വാനിറ്റി മിറർ ഒന്നും കൊടുക്കാൻ, ഇവിടെ ഒരു വാനിറ്റി മിറർ ഉണ്ട് കോ പാസഞ്ചർ സൈഡിൽ. മൈക്ക് ഇവിടെയാണ് വന്നേക്കുന്നത്. ദെൻ റീഡിംഗ് ലാമ്പ് ഇവിടെ ഒന്നുണ്ട്, പുറകിൽ കാണുന്നില്ല, ഇവിടെ ഒന്നേ ഉള്ളൂ. ബലേറോയുടെ സെക്കൻഡ് റോയിലേക്ക് കയറി നോക്കാം. ഇതിൽ നേരത്തെ ഞാൻ ഇരുന്ന സ്ഥലത്ത് വെച്ചിട്ടുള്ള ലെവലിൽ എനിക്ക് അത്യാവശ്യം സ്പേസ്, ലെഗ് റൂം കുഴപ്പമില്ല. അത്യാവശ്യം മോശമില്ലാത്ത ലെഗ് റൂം ഉണ്ട്. ഹെഡ് റൂം അത്യാവശ്യം തിരക്കേടില്ലാത്ത ഹെഡ് റൂമും ഉണ്ട്. പിന്നെ 2 പേർക്ക് സുഖമായിട്ടിരിക്കാം. ഇവിടെയൊക്കെ അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് ഉണ്ട്, കുഴപ്പമില്ല. 3 പേർക്ക് അഡ്ജസ്റ്റ് ചെയ്തിരിക്കാം. ഇതിൻ്റെ നടുക്കിലൊരു ആംറെസ്റ്റും ഉണ്ട്. കപ്പ് ഹോൾഡറൊന്നുമില്ല, വെറുതെ ഒരു ആംറെസ്റ്റ് മാത്രം. പക്ഷെ അത് ഒരു ഫങ്ഷണലായിട്ട് തോന്നുന്നില്ല, പക്ഷെ നമ്മൾ അത്രയും താഴ്ന്നിരിക്കേണ്ടി വരും. ബലേറോൻ്റെ ബാക്ക് റോയിലേക്ക് കയറി നോക്കാം. ഇത് ആക്ച്വലി നമുക്കൊരു ഡിക്കി സ്പേസ് പോലെ യൂസ് ചെയ്യുന്നതായിരിക്കും, ബൂട്ട് സ്പേസ് പോലെ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം ഇതിൽ 2 സീറ്റുകൾ കൊടുത്തിട്ടുണ്ടെങ്കിലും എൻ്റെ അത്ര ഹൈറ്റുള്ള ആൾക്കാർക്ക് ഒരിക്കലും പറ്റത്തില്ല, വളരെ ബുദ്ധിമുട്ടാണ്. കുട്ടികൾക്ക് പറ്റും, അവർക്ക് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് മടക്കി വെച്ചിട്ട് നമുക്ക് ബൂട്ട് സ്പേസ് ക്രമീകരിക്കാവുന്നതാണ്. ബൊലേറോയുടെ എക്സ്റ്റീരിയറും ഇൻറ്റീരിയറിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. അപ്പം ഇനി ബാക്കിയുള്ള ഡീറ്റെയിൽസ് എന്താ വെച്ചാൽ നമുക്ക് അറിയേണ്ടത് കസ്റ്റമറിൻ്റെ അടുത്ത് നിന്നാണ്. അപ്പോൾ കസ്റ്റമറെ നമുക്ക് പരിചയപ്പെടാം. നമ്മുടെ ഒരു ഫ്രണ്ട് തന്നെയാണ്, നിതിൻ എന്നാണ് പേര്. ഇവിടെ കൽപ്പറ്റ മുട്ടിലാണ്. സോ അവനെ നമുക്ക് വെൽക്കം ചെയ്യാം. ഹായ് നിതിൻ, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ നിതിൻ, എത്ര കാലം ഇപ്പോൾ വണ്ടി യൂസ് ചെയ്യുന്നു? നമ്മളിത് 2020 വാങ്ങിയാണ്. 20 സെപ്റ്റംബറിൽ വണ്ടി ഇറക്കിയാണ്. ഇപ്പോൾ 4 കൊല്ലം ആവാനായി വണ്ടി എടുത്തിട്ട്. 27,000 സംതിങ് കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 30 അടുത്ത് എത്താനായി. അതിൻ്റെ ഇടയ്ക്ക് നമ്മളിപ്പോൾ ഒരു ഫസ്റ്റ് സർവീസ് 1000-ലായിരുന്നു, പിന്നെ 10,000-ൽ, പിന്നെ 20,000-ൽ, ഇനി 30,000-ന്റെ സർവീസാണ് നിൽക്കുന്നത്. അപ്പോൾ ഓവറോൾ വണ്ടി കുഴപ്പമില്ല. എന്താ പറയുക, നമുക്ക് എല്ലാ കാര്യത്തിനും ഓക്കെയാണ്. എന്നുവെച്ചാൽ നമ്മൾ കുറച്ച് ഹില്ലി ആണ്, വണ്ടി എന്തുകൊണ്ടും പെർഫെക്റ്റ് ആണ് ആ സമയത്തൊക്കെ. പിന്നെ ചെറിയ ചെറിയ പോരായ്മകളൊക്കെ ഉണ്ട് മൊത്തത്തിൽ. നമ്മൾ എത്ര രൂപ എടുത്തത് വണ്ടി? ഇത് എടുത്തപ്പോൾ ഓൺ റോഡ് 10,70 അടുത്ത് വന്നിട്ടുണ്ട്. 10,70 അന്ന് 2020 10,70. ഇന്നിപ്പോ 12 സംതിങ് ഉണ്ടെന്നാണ് എൻ്റെ ഒരു അറിവ്. 12 സംതിങ് കയറിയിട്ടുണ്ട്. 10 സംതിങ് ഉണ്ട്. ഫുൾ ഓപ്ഷൻ എടുത്താണ്. പക്ഷെ ഫുൾ ഓപ്ഷനും അതിന്റെ തൊട്ട് താഴെയുള്ള വേരിയന്റിലും എന്തൊക്കെയാ വ്യത്യാസം എനിക്ക് ഇതുവരെ വലിയ രീതിയിൽ എനിക്ക് മനസ്സിലായിട്ടില്ല. ഫോഗിന്റെ ചെറിയൊരു കുറവുണ്ട് എന്നല്ലാണ്ട് അതിൽ ഞാൻ നോക്കിയിട്ടും വലിയത് കാണില്ല. B6 ഉം B6 ഓപ്ഷനിലും എന്തായാലും വ്യത്യാസം എനിക്ക് അങ്ങനെ കാര്യമായിട്ട് മനസ്സിലായിട്ടില്ല. പിന്നെ വണ്ടി ഓടിക്കാനൊക്കെ അടിപൊളിയാണ്. നമുക്ക് എന്തായാലും ഫ്രണ്ടൊക്കെ നന്നായി നോക്കി ഇരുന്ന് കണ്ട് അടിപൊളിയായിട്ട് വണ്ടി ഓടിച്ചു പോവാം. വിസിബിലിറ്റി ഒക്കെ അടിപൊളിയാണ്. താമസിക്കുന്ന സ്ഥലത്ത് വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇത് ആപ്റ്റാണ്. പിന്നെന്താ പറയാ, ഒരു അത്യാവശ്യം മസ്കുലറായിട്ട് ആയിട്ട് തോന്നുന്ന ഒരു വണ്ടിയും കൂടി ആയതുകൊണ്ട് തന്നെ എവിടെ കിട്ടുന്ന കുറച്ച് ഷോ ഒക്കെ കിട്ടും. പിന്നെന്താണ്,
കൊള്ളാം, എന്തുകൊണ്ട്. എന്തുകൊണ്ട് ഓക്കെ ഫൈൻ. അപ്പൊ അത് ചോദിക്കാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഒരു 10 ലക്ഷം 11 ലക്ഷം ഇപ്പൊ ചെലവാക്കിയിട്ട് ഇപ്പൊ നമ്മൾ ഇപ്പൊ നമ്മളിപ്പോ കണ്ടോണ്ടിരിക്കുന്ന വണ്ടികൾ ഇപ്പൊ കോമ്പാക്ട് SUVs ഇത് അതുമായിട്ട് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ നമുക്ക് ഇപ്പം സുരക്ഷയ്ക്കൊക്കെ നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇതിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഞാൻ അതിന് നോക്കുമ്പോൾ കാണുന്ന ഒരൊറ്റ എയർ ബാഗ് മാത്രമേ ഞാൻ കണ്ടുള്ളൂ, അതായത് ഡ്രൈവർ സൈഡ് എയർ ബാഗ് മാത്രം. അപ്പൊ ഇങ്ങനെ ഒരു വണ്ടിക്ക് നമ്മള് ഇങ്ങനെ ക്രൂസ് ചെയ്യുമ്പോഴും നമുക്ക് ഇതിലൊക്കെ ശരിക്കും ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതല്ലേ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. തീർച്ചയായിട്ടും കൊടുക്കേണ്ടതാണ്. കാരണം BS4 വണ്ടിയിൽ ഒരു എയർ ബാഗ് ഇല്ലായിരുന്നു എന്നാണ് എന്റെ ഒരു അറിവ്. BS6 കൺവേർട്ട് ചെയ്തപ്പോഴാണ് ഒരു എയർ ബാഗ് മഹീന്ദ്ര കൊടുത്തിട്ടുണ്ട്. എന്തോ കാരുണ്യം കൊണ്ട് കൊടുത്താന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്ന് വെച്ചാൽ 7 ലക്ഷം റുപ്യ കൊടുത്ത് വാങ്ങണ വണ്ടിയിൽ ഇപ്പോൾ 6-7 എയർ ബാഗ് ഒക്കെ കാണുന്നുണ്ട്. ആ സമയത്താണ് ഇതിൽ ഒരു എയർ ബാഗ് കൊടുത്തേക്കണേ. അത് വലിയൊരു പോരായ്മ തന്നെ. പിന്നെ വണ്ടി കുറച്ച് സ്ട്രോങ് ആണെന്നുള്ളൊരു വിശ്വാസത്തിൽ ഓടിച്ചു പോകാൻ. അതായത് ഈ നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് ഇപ്പൊ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു 6 എയർ ബാഗ് ഇപ്പൊ മാൻഡേറ്ററി ആയിട്ട് വേണമെന്നാണ് പറയുന്നത്. പക്ഷെ ആകെ ഒരു എയർ ബാഗേ ഉള്ളൂ. പിന്നെ കുഴപ്പമില്ല, ബോഡിന്റെ ക്വാളിറ്റി അങ്ങനെ ആയതുകൊണ്ടായിരിക്കാം ചിലപ്പോ. കാരണം ഇത് ബാക്കി എല്ലാ വണ്ടിയിലും ഫൈബർ കൂടുതൽ വരുമ്പോ ഇതൊക്കെ മെറ്റൽ ബമ്പറാ. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള മെറ്റലാണ് മൊത്തത്തില്. പിന്നെ അതില് പ്ലാസ്റ്റിക് ക്വാളിറ്റിക്കൊന്നും കുറച്ച് ശോകമാണ്. മറ്റേ ഇന്റീരിയറിന്റെ പ്ലാസ്റ്റിക് ക്വാളിറ്റി ഒന്നും അത്ര പോരാ. പക്ഷെ ഇതിൽ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇത്രയും ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ളതുകൊണ്ട് ഇപ്പൊ നമ്മള് ഹൈവേയിലൊക്കെ ക്രൂസ് ചെയ്യുകയാണെങ്കിലും ടോഗിൾ ചെയ്യാനുള്ള ചാൻസുകളൊക്കെ കൂടുതലായിരിക്കുമല്ലോ. കൂടുതലാണ്. പക്ഷെ എനിക്ക് അങ്ങനെ ഓടിച്ചിട്ട് ഇതുവരെ അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല. ബോഡി റോള് വരും, വെയിറ്റ് ആളില്ലെങ്കിൽ. വണ്ടിയിൽ ആള് കുറവാണെങ്കിൽ ബോഡി റോളിങ് ഉണ്ടാവില്ല. ഞങ്ങളിപ്പോ ഫാമിലി ആയിട്ട് പോകുമ്പോൾ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. ഇപ്പൊ ഞാൻ ഒറ്റയ്ക്ക് പോവാണെങ്കിൽ ചില സമയത്ത് വണ്ടി ആടുന്നതൊക്കെ ആയിട്ട് നമുക്ക് തോന്നാറുണ്ട്, ഫീൽ ചെയ്യാറുണ്ട്. അല്ലാണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല. ഇതിൽ ശരിക്കും പറഞ്ഞ ആൾക്കാർ വേണം. വണ്ടി ഫുള്ളായിരിക്കണം. എന്നാൽ ഭയങ്കര സുഖം വണ്ടി ഓടിക്കും, ഭയങ്കര കംഫോർട്ടാണ് ഓടിക്കും. ഞാനും അമ്മയും ചിലപ്പോൾ ഹോസ്പിറ്റലൊക്കെ പോയിട്ട് വരുമ്പോഴത്തേക്കും എന്താ പറയുക, ഒരു ഇതുണ്ടാവില്ല. പക്ഷെ വണ്ടിയിൽ വെയിറ്റ് ഉണ്ടെങ്കിൽ അടിപൊളിയാണ് പോലെ ഓടിക്കാം. ഇപ്പൊ പണ്ടത്തെ BS4 ഇപ്പൊ BS6 കുറെ എമിഷൻ നോംസ് ഒക്കെ വന്നതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ 3 സിലിണ്ടർ ആക്കി 2500 cc 1500 കട്ട് ചെയ്തു. 4 സിലിണ്ടർ ആയിരുന്നു, അത് 3 സിലിണ്ടർ ആക്കി. അപ്പൊ അതിലുള്ള ഒരു ഡിഫറൻസ് പണ്ട് അർമദ ഓടിച്ചിരുന്നല്ലോ. അതെ, നമ്മളടുത്ത് 10-12 കൊല്ലത്തോളം അർമദയായിരുന്നു. മഹീന്ദ്രന്റെ തന്നെയായിരുന്നു. ഞങ്ങൾ മഹീന്ദ്രയെ തന്നെയാണ് ഇത്ര കാലമായിട്ട് യൂസ് ചെയ്തോണ്ട്. കാരണം വണ്ടി ഞങ്ങൾക്ക് എന്തുകൊണ്ടും അർമദ നല്ല ആപ്റ്റ് ആയിരുന്നു. വീട്ടിലെല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ട്. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു വണ്ടി. പിന്നെ പുതിയ വണ്ടി എടുക്കണം എന്നുള്ളൊരു മൈൻഡ് വന്നതുകൊണ്ട് മാത്രമാണ്. പിന്നെ വേറെ ഒന്നും ചിന്തിച്ചില്ല, ബൊലേറോയിലേക്ക് തന്നെ പോയി. കാരണം വെച്ചാൽ നമ്മൾ പറയാം ഓവർ പ്രൈസ്ഡ് ആണോ എന്ന് ചോദിച്ചാൽ ഓവർ പ്രൈസ്ഡ് അല്ല. പക്ഷെ എന്നാലും ആ പൈസക്ക് കൊടുക്കുന്ന ഇതുള്ള ഫീച്ചേഴ്സ് ഒന്നും കാണുന്നുണ്ട്. കാരണം 7 ലക്ഷം റുപ്യന്റെ ഞാൻ പറഞ്ഞില്ലേ എയർ ബാഗ്, ടച്ച് സ്ക്രീൻ ഇല്ല. ഇപ്പൊ ഏത് വണ്ടിയുടെ ടച്ച് സ്ക്രീന്, റിവേഴ്സ് ക്യാമറ, ഇതൊക്കെ നമ്മൾ അഡീഷണൽ ആയിട്ട് ചെയ്യേണ്ട അവസ്ഥ വന്നത്. അപ്പൊ ഞാൻ എടുത്തപ്പോ വണ്ടി കാലിയായിരുന്നു, ഇതിലൊന്നും ഉണ്ടായില്ല. ഈ റൂഫ് റെയിലും മറ്റേ ഇതില്ലേ റെയിൻ ഗാർഡൊക്കെ നമ്മൾ എക്സ്ട്രാ വെച്ചതാ, മാറ്റ് ഒക്കെ എക്സ്ട്രാ വെച്ചതാ. കമ്പനി ആയിട്ട് അങ്ങനത്തെ സാധനം തന്നില്ല. ബൊലേറൊക്കെ ഒന്നും ഉണ്ടായില്ല, കാലി വണ്ടി ഇരുന്നു. അത് ഭയങ്കര വിഷമമായി. സീറ്റ് കവറൊക്കെ നമ്മൾ ഏൽപ്പിച്ചാ. ഇത് എടുത്തിട്ട് ഒരു 30,000 റുപ്യന്റെ പണി എന്തായാലും അതിൽ എടുത്തിട്ടുണ്ടാവും. സീറ്റ് കവർ, മാറ്റ്, അത് ഇതൊക്കെ കൂടിയിട്ട് എന്തായാലും ഒരു 30 രൂപേന്റെ അടുത്ത് ചെയ്തിട്ടുണ്ടെന്നാണ് എന്റെ ഒരു ഓർമ്മയിൽ. സാധാരണ നമ്മൾ ഒന്ന് അതെന്താ വെച്ചാല് അച്ഛനാണ് പോയിട്ട് വണ്ടി നോക്കി. പുള്ളി ഫസ്റ്റ് പോയപ്പോ വണ്ടിക്ക് 60 സംതിങ് ആയിരുന്നു, 10-60 എത്ര ആയിരുന്നു. പിന്നെ ഞങ്ങളിത് ബുക്ക് ചെയ്യാൻ വേണ്ടി പോയ സമയത്ത് 80 എത്രയാ പറഞ്ഞു. അപ്പൊ അന്ന് പിന്നെ ആ ഒരു 2 മാസത്തെ ഗ്യാപ്പ് കൊണ്ടാന്ന് തോന്നുന്നുണ്ട് എനിക്ക് 20,000 റുപ്യന്റെ ഡിഫറൻസ് വന്നിട്ടുണ്ട്. 2 മാസത്തെ ഗ്യാപ്പ് കൊണ്ട് ഹൈക്ക് വന്നിട്ടുണ്ട്. പിന്നെ അതെന്താക്കി നമ്മൾ ആ പഴയ റേറ്റിലേക്ക് തന്നെ ഒരു വണ്ടി തരിക ചെയ്ത്. 20,000 റുപ്യ ഒരു കട്ട് ചെയ്തിട്ട് പഴയ റേറ്റിലേക്ക് തരിക ചെയ്ത്. ഈ മൈലേജിനെ പറ്റി പറയാം. മൈലേജ് ഇപ്പൊ നമുക്ക് ഈ നമ്മുടെ നാട്ടിൽ ഓടിക്കുന്നതും അതേപോലെ സിറ്റീസിലും പിന്നെ ഹൈവേസിലൊക്കെ ഓടിക്കുന്നുണ്ട്. ഇപ്പൊ ലോങ് ഒക്കെ പോകുന്നുണ്ടല്ലോ, അതും തമ്മിലുള്ള മൈലേജ് ഡിഫറൻസ് ഒക്കെ എങ്ങനെയാണെന്ന് പറയാൻ പറ്റും? മൈലേജ് എനിക്ക് തോന്നുന്നു നമ്മളിവിടെ ഓടിക്കുമ്പോൾ ഒരു 13 to 15 കിട്ടുന്നു വണ്ടികൾ. നമ്മളിപ്പോ ലോങ് കണ്ണൂര്, കോഴിക്കോട് ഹൈവേയിലൊക്കെ കയറുന്ന സമയത്ത് ഒരു 16-17 ആ റേഞ്ചിലേക്ക് വണ്ടി എന്തെങ്കിലും കിട്ടുന്നുണ്ട്. ഇതിപ്പോൾ AC ഓഫ് ചെയ്തിട്ട് ഒരു മിനിമം സ്പീഡിൽ ഇങ്ങനെ ഓടിച്ചു പോവാണെങ്കിൽ 16 ഷുവർ ആയിട്ടും കിട്ടുന്നുണ്ട് ബൊലേറോയിൽ. പിന്നെന്താ വെച്ചാൽ BS6 ആയതുകൊണ്ട് പുക വരുന്നില്ല, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ഈ കോർണിംഗ് ലാമ്പ് ഇത് ഭയങ്കര യൂസ്ഫുൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര യൂസ്ഫുൾ. ഇത് ഏറ്റവും കൂടുതൽ മനസ്സിലായത് ചുരത്തിൽ പോകുമ്പോഴാണ്. വളവിലൊക്കെ പക്കയാണ് ഇതിന്റെ വർക്കിംഗ്. ഞാൻ ഇത് ആദ്യം ഇങ്ങനെ കണ്ടപ്പോൾ ചേച്ചി ഇത് എന്തിനാ ഇപ്പൊ ഇതിന്റെ യൂസ് ഉണ്ടോന്നൊന്നും അറിയില്ല. പക്ഷെ ഇത് വണ്ടി ഓടിച്ചു തുടങ്ങിയപ്പോഴാണ് ഇതിന്റെ യൂസ് മനസ്സിലായി. നമ്മൾ ഇത് അല്ലാണ്ട് വേറെ ഈ വണ്ടികളും ഞങ്ങൾ യൂസ് ചെയ്യാറുണ്ട്, സ്വന്തമായിട്ടല്ല. നമ്മളെ ഫ്രണ്ട്സിന്റെ വണ്ടിയൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് അവരുടെ അടുത്തൊന്നും ഈ സാധനം ഇല്ല, കോർണറിംഗ് ലാമ്പ്. അപ്പോഴാണ് നമുക്ക് അതിന്റെ ബുദ്ധിമുട്ട് ശരിക്കും മനസ്സിലാവുന്നത്. കാരണം നമ്മൾ ഈ കോർണറിൽ ലാമ്പ് ഇട്ട് ഓടിച്ചിട്ട്
മറ്റേതിലേക്ക് മാറുമ്പോൾ ശരിക്കും അതിൻ്റെ ഡിഫറൻസ് വളരെ ഇതിൽ മനസ്സിലാവും. ഓക്കെ, അപ്പൊ സർവീസിനെ പറ്റി എങ്ങനെയാണ് അഭിപ്രായമൊക്കെ, സർവീസിന്റെ കാര്യങ്ങളൊക്കെ? സർവീസ് ഫസ്റ്റ് സർവീസ് ഞങ്ങൾ കാക്കവലിൽ നിന്നാണ് ചെയ്തത്. ഇവിടെ വയനാട്ടിൽ ഇപ്പോൾ അതേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഒന്ന് മാനന്തവാടി ഉണ്ട്. മാനന്തവാടി നമുക്ക് ലോങ് ആയതുകൊണ്ട് കാക്കവലിൽ നിന്നാണ് ആദ്യം ചെയ്തത്. ആദ്യത്തെ സർവീസ് തന്നെ ഞാൻ അത്ര തൃപ്തനല്ലാത്തതുകൊണ്ട് തന്നെ രണ്ടാം സർവീസ് അങ്ങോട്ട് ചിന്തിച്ചില്ല, നേരെ കോഴിക്കോടൊക്കെ കൊണ്ടുപോയി. കോഴിക്കോടത്തെ സർവീസ് കുഴപ്പമില്ലായിരുന്നു, അവർ എല്ലാം അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്, കുഴപ്പമില്ല, വലിയ കുഴപ്പമില്ല. 20ാമത്തെ സർവീസും കോഴിക്കോട് തന്നെ ചെയ്തത്. പിന്നെ എന്തെങ്കിലും ചെറിയ ചെറിയ ഇഷ്യൂസ് വരുമ്പോൾ മാത്രമാണ് നമ്മൾ ഇവിടേക്ക് പോകത്തുള്ളൂ. പിന്നെ സർവീസ് ഇവിടെ കുറച്ച് ശോകമായിരുന്നു, എനിക്ക് ഒട്ടും അങ്ങോട്ട് തൃപ്തി വന്നില്ല. അതുകൊണ്ട് തന്നെ നേരെ കോഴിക്കോട് പോയി. നമ്മൾ കോഴിക്കോട് നിന്നാണ് വണ്ടി എടുത്തതും. വണ്ടി അന്ന് ബുക്ക് ചെയ്തതൊക്കെ കോഴിക്കോട് തന്നെ, അവിടെ തന്നെ പോയി വണ്ടി എടുത്തതും കൊണ്ടൊന്ന് ഇവിടെ എന്തോ ഒരു അത്ര മഹീന്ദ്രന്റെ സർവീസ് അത്ര എനിക്ക് ഇങ്ങോട്ട് ഇതായില്ല. ഇതിപ്പോ നമുക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായി കഴിഞ്ഞാൽ അത് സർവീസ് റെക്ടിഫൈ ചെയ്ത് തരുമോ എന്നുള്ളതൊക്കെ? കുഴപ്പമില്ല. ഞങ്ങൾക്ക് ഒരു വട്ടം ചെറിയൊരു ബ്രേക്ക് ഡൗൺ കിട്ടിയെന്ന് പറഞ്ഞാൽ ഞങ്ങൾ എടുത്ത സമയത്ത് പെട്ടെന്ന് വാണിംഗ് ലാമ്പ് കത്തിയപ്പോൾ നമുക്ക് അറിയില്ല ഇതെന്താ സംഭവം എന്ന് അറിയുന്നില്ലല്ലോ. ആദ്യം വണ്ടി എടുത്ത് കുറച്ചേ ഉള്ളൂ, ഒരു 5000 കിലോമീറ്ററിൻ്റെ ഉള്ളിലൊക്കെ ആയിട്ടുണ്ടുള്ളൂ. വാണിംഗ് ലാമ്പ് കത്തി. അപ്പോൾ ഞങ്ങൾ കോഴിക്കോട് പോയിട്ട് തിരിച്ചു വരുന്നതിനായിട്ട് അങ്ങനെ വരുമ്പോൾ എന്താക്കി, ഞങ്ങൾ അവരെ ഓൺ ദ സ്പോട്ടിൽ മഹീന്ദ്രയിലേക്ക് വിളിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, സാറേ എന്താ നമുക്ക് വണ്ടി നോക്കാണ്ട് പറയാൻ പറ്റത്തില്ല. അങ്ങനെ എന്താക്കി അവർ പറഞ്ഞു, നിങ്ങൾ എന്തായാലും ചുരം കയറി പോകണല്ലോ, അപ്പോൾ ഞങ്ങൾ പറഞ്ഞു വണ്ടി റിസ്ക് എടുക്കണ്ട, നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ വണ്ടി വിട്ടു തരാം, ഓടിക്കാൻ കുഴപ്പമുണ്ടോ ചോദിച്ചു. ഓടിക്കാൻ കുഴപ്പമില്ല, വാണിംഗ് ലാമ്പ് കത്തുന്നുണ്ടെന്ന് പറഞ്ഞു. പിന്നെ അവർ റോഡ് സേഫ്റ്റി അസിസ്റ്റൻ്റ് ഇല്ലേ, അവരെ വിളിച്ചു. അവർ പിന്നെ നമുക്ക് സേഫായിട്ടുള്ള സ്ഥലം പറഞ്ഞു തന്നിരുന്നു. പക്ഷെ നമ്മളൊരു ബന്ധുവീട് തന്നെ ഉള്ളതുകൊണ്ട് അങ്ങോട്ട് പോവുകയാണ് ചെയ്തത്. പിന്നെ അവർ രാവിലെ വന്ന് വണ്ടി പിക്കപ്പ് ചെയ്ത് കൊണ്ടുപോയി ചെക്ക് ചെയ്തപ്പോഴാണ് ചെറിയ എന്തോ ഒരു അപ്ഡേഷൻ എററോ അങ്ങനെ എന്തോ ആണ് പറഞ്ഞത്. വേറെ കുഴപ്പമൊന്നും ഉണ്ടായില്ല. പിന്നെ ഇതിൽ വന്നൊരു പ്രശ്നം എന്ന് വെച്ചാൽ റിവേഴ്സ് സെൻസർ അത് ഇടയ്ക്കിടയ്ക്ക് പോകും. ഇതിപ്പോൾ 10,000 റിവേഴ്സ് സെൻസർ പോയി. അത് പിന്നെ ഒന്ന് റെഡിയാക്കിയിരുന്നു, അത് കുറച്ച് സമയം പിന്നെയും പോയി. ഇപ്പോൾ വെറുതെ ബീപ്പ് സൗണ്ട് ഉണ്ടെന്നല്ലാണ്ട് അത് ഫങ്ഷനിങ് അല്ല. അത് റിവേഴ്സ് സെൻസർ അബദ്ധ. ഫാമിലി കംഫർട്ട് എങ്ങനെയാണ്? അപ്പോൾ അവരെ എന്തൊക്കെയാണ് അഭിപ്രായം പറയുന്നത്? അച്ഛനമ്മയാണേലും മുത്തശ്ശിയൊക്കെ ആണേലും? നമുക്ക് പ്രായമായ അച്ഛനും അമ്മൂമ്മയൊക്കെ ഉണ്ട്. അവർക്ക് മറ്റേ ഇവിടെ ഈ വണ്ടി ആകുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ മര്യാദയ്ക്ക് ഇരുന്ന് പോവാം, കാലൊക്കെ നിവർത്തി വെച്ചിരുന്ന് പോകാമെന്നുണ്ട്. അമ്മൂമ്മയ്ക്കാണെങ്കിലും അച്ഛനാണെങ്കിലും വണ്ടിയിൽ പോകാൻ നല്ല സുഖമാണ്. അവർക്ക് അങ്ങനത്തെ ബുദ്ധിമുട്ടില്ല. ഇപ്പോൾ നമ്മളെ കസിൻസിൻ്റെ കാറൊക്കെ ഉണ്ട്, അതിലൊക്കെ വരുമ്പോൾ നമ്മൾ വീടെത്തുമ്പോൾ അയ്യോ മുട്ടുവേദന എന്നൊക്കെ പറയുന്നത്. ഇതിൽ വരുമ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല. അതുകൊണ്ട് അവർ 100% സാറ്റിസ്ഫൈഡ് ആണെന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ എന്തായാലും വീട്ടിൽ ഞങ്ങൾ എല്ലാവരും കൂടി തീരുമാനിച്ചെടുത്ത വണ്ടിയാണ്. നമ്മളധികം ആരോടും അങ്ങനെ ചോദിച്ചു പോയൊന്നുമില്ല, നമുക്ക് അറിയുന്ന വെച്ചിട്ട് കുഴപ്പമില്ല. വണ്ടി എടുക്കണം എന്ന് തോന്നിയൊരു വണ്ടിയായിരുന്നു. അച്ഛനാണെങ്കിലും ഭയങ്കര ഇഷ്ടമായിരുന്നു പോലെ. അങ്ങനെയാണ് ഇത് പെട്ടെന്ന് ഇതിലേക്ക് പോയത്. നമ്മൾ അർമത വിറ്റ സമയത്ത് തന്നെ ഇങ്ങനെ കുറേ വണ്ടികൾ മനസ്സിൽ വന്നിരുന്നു. ഇപ്പോൾ എർട്ടിക്ക അങ്ങനത്തെ കുറേ വണ്ടികൾ മനസ്സിൽ വന്നിരുന്നു. പിന്നെ എന്തുകൊണ്ടും നമുക്ക് പറ്റണത് ഇതാന്ന് തോന്നി എടുത്തു. ഒരു MPV ആയിട്ടും SUV ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്നുള്ള രീതിയിലുണ്ട് എടുത്തു. പിന്നെ ഇതിലധികം അഡീഷണൽ ഫിറ്റിങ്സ് ഒന്നും ഇല്ല, ചെറിയ ചെറിയ സാധനങ്ങൾ മാത്രമേ ഉള്ളൂ, അതൊന്നുമില്ല. പിന്നെ ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ളതുകൊണ്ട് നമുക്ക് നല്ല കോൺഫിഡൻസാണ്. നല്ല കോൺഫിഡൻസ്. അടി തട്ടും എന്നുള്ള ഒരു പേടിയിൽ എവിടെ നിർത്തും വേണ്ട, എവിടെയും കൊണ്ടുപോകാം. ഞാൻ ചോദിച്ചാൽ ഇതൊരു 4 വീൽ ഡ്രൈവ് ആണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരുന്നില്ലേ? 4 വീൽ ഡ്രൈവ് ആയിരുന്നു അടിപൊളിയായിരുന്നു. ഇത് എനിക്ക് തോന്നുന്നത് നന്നായിരുന്നേ. സത്യം, ഇത് 2008 വണ്ടികളിലൊക്കെ 4x4 ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ അത് ഒഴിവാക്കി, താറ് വന്നതിന് ശേഷമാണ് അത് ഒഴിവാക്കിയെന്നാണ് എനിക്ക് തോന്നുന്നത്. മൊത്തത്തിൽ വണ്ടിയിലുണ്ട് എന്നാണ് തോന്നുന്നത്. 4x4 പോലെ നമ്മളൊരു ഫ്രണ്ടിന്റെ അടുത്ത് ഉണ്ടായിരുന്നു, അടിപൊളിയാണ് സാധനം, ഭയങ്കര അടിപൊളിയാണ്. നമ്മളെ ജീപ്പിനെക്കാട്ടും കുറച്ചും കൂടി അടിപൊളിയാന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ബൊലേറോ 4x4. ഇതിന്റെ ഈ 4x4 ഇല്ലാണ്ട് തന്നെ ഇതിലൊന്നും ചെളിയിൽ ഇറങ്ങി കഴിഞ്ഞാൽ അധികം കറങ്ങലും പിടിക്കലും ഒന്നുമില്ല, കയറി പോയിക്കോളും. പക്ഷെ ഇതിപ്പോ ടയർ മാറാനായിട്ടുണ്ട്. ടയർ മാറാനായപ്പോ ഇപ്പൊ ചെറിയ പ്രശ്നങ്ങൾ തുടങ്ങിയില്ല. അതായത് ചെളിയിലൊക്കെ കാണുമ്പോൾ ഇച്ചിരി ഒരു ഇടങ്ങേറാക്കണം എന്നല്ലാണ്ട് ആദ്യമൊക്കെ ചെളിയിൽ കൊണ്ട് ഇറക്കിയിട്ടല്ല അതും കയറി പോയിക്കോളായിരുന്നു. ഒരു പേടിക്കും വേണ്ട, നമ്മൾ കുടുങ്ങി പോകുന്നുള്ള രീതിയിൽ ചെയ്യില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ ടയറിൽ ചെറിയ ഇത് വന്നതുകൊണ്ട് ഇപ്പൊ ടയർ മാറണ ഇവിടെ തന്നെ 30,000 ആവാനായി, ടയർ ചേഞ്ച് ചെയ്യാനായി. ഇപ്പൊ നിങ്ങളുടെ ഏരിയയില് ഇപ്പം നിങ്ങളുടെ ഫാമിലി ഒക്കെ ഉണ്ടാവുമല്ലോ, അവര് ഇപ്പൊ ഒരു 6-7 പേരൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു വണ്ടി സജസ്റ്റ് ചെയ്യാൻ പറ്റുമോ? സജസ്റ്റ് ചെയ്യാണ്ടൊന്നുമില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഓരോ ഫീച്ചേഴ്സ് ഒന്നും വേണ്ട, കാര്യങ്ങളൊക്കെ നടക്കണം. പിന്നെ ഒരു കല്ലോ ചെളിയോ കണ്ടു കഴിഞ്ഞാൽ കുഴപ്പമില്ല പോകാന്നുള്ളൊരു മൈൻഡ് ആണെങ്കിൽ എന്തുകൊണ്ട് ബൊലേറോ എടുക്കാം. ബാക്ക് സീറ്റിൽ മാത്രമാണ് എനിക്ക് ചെറിയൊരു എന്താ പറയുക കുറച്ചും കൂടി സ്പേസ് ആവായിരുന്നു തോന്നിയത്. ബാക്കിയെല്ലാം കൊണ്ടും ബൊലേറോ ഓക്കെയാണ്. നല്ല വിസിബിലിറ്റിയാണ് വണ്ടി ഓടിക്കാൻ. അത് ഡ്രൈവർക്ക് എപ്പോഴും നല്ല കംഫോർട്ടായിരിക്കും വണ്ടി ഓടിക്കാൻ. അത്രയും കാണുന്നതുകൊണ്ട് തന്നെ മുമ്പിൽ എന്തുണ്ട് എന്നുള്ളത്
പെട്ടെന്ന് പറയാം നമ്മളിപ്പോ ഈ കാണുന്ന കമാൻഡിങ് കമാൻഡിങ് വ്യൂ കിട്ടും. എന്നിട്ട് തന്നെ ഇപ്പൊ വരുന്ന കാറുകളിലൊന്നും നമുക്കത് കിട്ടില്ല. നമ്മളൊരു എന്താ ഇമാജിനറി ഇതിൽ വെച്ച് ഓടിക്കണ പോലെയാണ് നമുക്കത് കിട്ടുക. ഇതിൽ വെച്ച് നോക്കുമ്പോൾ ഫ്രണ്ടൊക്കെ പക്കയായിട്ട് കാണാം, മുമ്പിൽ എന്താ ഉള്ളതെന്ന് കണ്ടറിഞ്ഞ് ഓടിക്കാം. അതുകൊണ്ട് തന്നെ ഭയങ്കര സുഖമാണ് വണ്ടി ഓടിക്കാൻ. അതുപോലെ ഉള്ളിലിരിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ നല്ല വ്യൂയോടെ പുറത്തേക്ക് കാണാം, വ്യൂസ് ഒക്കെ കാണാം. പിന്നെ ഡിക്കിയിലുള്ള സീറ്റ് മാത്രമാണ്, തേർഡ് റോ സീറ്റ് മാത്രമാണ് കുറച്ച് ഇതിൽ, അതായത് പിള്ളേർക്ക് മാത്രമേ പറ്റത്തുള്ളൂ. പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാന്നുള്ള മൈൻഡുള്ള ആൾക്കാർക്ക് ഇരിക്കാന്നല്ലാണ്ട് ഭയങ്കര കംഫർട്ടായിട്ടൊന്നും അതിൽ ഇരിക്കാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ ലീവ് സസ്പെൻഷൻ ആയതുകൊണ്ട് തന്നെ ചാട്ടം കൂടുതലായിരിക്കും ബാക്കിൽ. വെയിറ്റ് ഉണ്ടെങ്കിൽ പിന്നെ ഓക്കെ, വണ്ടി കുഴപ്പമില്ല, സെറ്റാണ്. സജഷൻ ചെയ്യണമെന്നില്ല, കുഴപ്പമൊന്നുമില്ല, നല്ല വണ്ടിയാണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു 10-11 ലക്ഷം റുപ്യ കൊടുത്തിട്ട് ഇതിന് വാല്യൂ ഫോർ മണി ആണോ ഈ ഒരു വണ്ടി എന്നുള്ളത്? വാല്യൂ ഫോർ മണി ആണോ എന്ന് ചോദിച്ചാൽ അതിപ്പോ രണ്ട് തരത്തിൽ പറയേണ്ടി വരും. വണ്ടി ഇപ്പൊ ഓവറോൾ നോക്കുകയാണെങ്കിൽ വണ്ടി വാല്യൂ ഫോർ മണിയാന്ന് ഞാൻ പറയും. പക്ഷെ വേറെ രീതിയിൽ നോക്കുമ്പോൾ ഇതിന്റെ പ്ലാസ്റ്റിക് ക്വാളിറ്റി, അതേപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ നമ്മുടെ സാധനങ്ങൾ ആക്സസറീസിന്റെ ഒക്കെ വെച്ച് നോക്കുമ്പോൾ വാല്യൂ ഫോർ മണി അല്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം വണ്ടി ക്വാളിറ്റി വെച്ച് ഞാൻ പറയും വാല്യൂ ഫോർ മണിയാണ്. 10 ലക്ഷം റുപ്യക്കുള്ള വണ്ടി ഉണ്ട്, മുതലുണ്ട്, സാധനമുണ്ട്. പക്ഷേ പ്ലാസ്റ്റിക് ക്വാളിറ്റി ഒക്കെ വളരെ മോശമാണ്. അതിൽ ഞാൻ വാല്യൂ ഫോർ മണി എന്ന് പറയാൻ പറ്റില്ല. രണ്ട് മൈൻഡാണ്. ഇതിപ്പോ ഒരു 4x4 ആണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി അതെ, ബെറ്റർ ആയിരുന്നു. പറഞ്ഞ പോലെ പണ്ട് 2008 ആ റേഞ്ചിലൊക്കെ 4x4 ഉണ്ടായിരുന്നു, സാധനം ഉണ്ടായിരുന്നു. അത് കിട്ടില്ല വണ്ടിയായിരുന്നു. ഇതിപ്പോ എന്താ BS4 കുറച്ചും കൂടി ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം മൊത്തത്തിൽ BS6 ഒന്നും എഞ്ചിനൊക്കെ വെട്ടി കുറച്ച് 1000 cc കുറച്ചു, സിലിണ്ടർ കുറച്ചു. മൈലേജ് ഡിഫറൻസ് ഉണ്ട് തോന്നുന്നു. മൈലേജ് ഡിഫറൻസ് ഉണ്ട്, പക്ഷെ പവറിലൊന്നും വലിയ വ്യത്യാസമൊന്നുമില്ല. പക്ഷെ എന്താ ഓടിക്കുമ്പോൾ മറ്റേതാണ് കുറച്ചും കൂടി ഓടിക്കാൻ ഒരു എന്താ പറയാ, കുറച്ചും കൂടി ഇത് തോന്നുന്നു. ആഡ്ബ്ലൂവിന്റെ അവസ്ഥ എന്താ? ആഡ്ബ്ലൂ 20 ലിറ്ററിന്റെ ടാങ്കാണ്. അത് 10,000 ഫില്ല് ചെയ്താൽ മതി. ഓരോ 10,000 ഫില്ല് ചെയ്താൽ മതി. അതിന് എനിക്ക് തോന്നുന്നത് 250 അങ്ങനെ എന്തോ റേറ്റേ ഉള്ളൂ. 250 150 അറിയില്ല, അങ്ങനെ എന്തോ റേറ്റ് ആണ് 1 ലിറ്ററിന്. അങ്ങനെ തന്നെ നല്ല 50 രൂപയാണെന്ന് അറിയില്ല, കറക്റ്റ് എന്താ റേറ്റ് എനിക്ക് അറിഞ്ഞൂടാ. അങ്ങനെ എന്തോ ഉള്ളൂ. നമ്മളിതിപ്പോ രണ്ടു വട്ടം ഫില്ല് ചെയ്തിട്ടുള്ളൂ. പിന്നെ ആഡ്ബ്ലൂ ഉള്ള പുക വരുന്നില്ല. പക്ഷെ എന്താ വെച്ചാൽ നമ്മൾ ഈ ഷെഡിലൊക്കെ ഇട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു വല്ലാത്തൊരു എന്താ പറയുക സ്മെല്ല് വരും. കാരണം എന്താ, ഈ പുറത്തേക്ക് പുക ഇല്ലാത്തതുകൊണ്ട് തന്നെ വേറെ എന്തോ ഒരു കെമിക്കലാണ് വരുന്നത് പുറത്തേക്ക്. അത് നമുക്കിപ്പോൾ അടച്ചിട്ട സ്ഥലത്ത് വെച്ചൊരു വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ചെറിയ കണ്ണെരിച്ചിലൊക്കെ വരാറുണ്ട്. നമ്മളെ ഷെഡ് എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ ക്ലോസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അവിടെ ഇട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ചെറിയ എന്തോ ഒരു ഇത് ഫീൽ ചെയ്യുന്നുണ്ട്. എന്താണെന്ന് എനിക്കറിയില്ല, അവര് എന്താണ് ഈ ആഡ്ബ്ലൂവിലുള്ളതെന്ന് നമുക്ക് അറിയുന്നില്ല. ആഡ്ബ്ലൂ പുതിയൊരു ടെക്നോളജി ആയതുകൊണ്ട് ഇനിയിപ്പോ അതിന്റെ റിസർച്ച് ഒക്കെ നടക്കുന്നുണ്ടാവും. അത് കഴിഞ്ഞാൽ അത് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് അറിയില്ല. ഇപ്പോ പുക വരുന്നോണ്ടാണല്ലോ അത് ഒഴിവാക്കിയത്, വരാണ്ടിരിക്കാൻ വേണ്ടി ചെയ്തതാണ്. ഇനി അതിന്റെ ഭവിഷ്യത്ത് എന്താന്നുള്ളത് കുറച്ച് കണ്ടറിയാനേ പറ്റുള്ളൂ. ഡീസൽ ആയതുകൊണ്ട് തന്നെ അതില്ലെങ്കിലും പറ്റില്ല. പുക നമുക്ക് പൊല്യൂഷനൊക്കെ പോയി കഴിഞ്ഞാൽ, പൊല്യൂഷന് പോയി കഴിഞ്ഞാൽ ഇപ്പൊ പുക വരുന്നില്ല എന്നിട്ടാണ് അവർ പറയുന്നത്. പൊല്യൂഷൻ പുക വരണല്ലോ, ഏശെങ്കിൽ വരണല്ലോ. ഇതില്ലാന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ട് 2-3 വട്ടമാണ് അവർ ചെയ്യിപ്പിച്ചത്. എന്നിട്ടാണ് ഇത്തിരിയും കിട്ടിയത്. അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. പൊല്യൂഷൻ ചെക്ക് ചെയ്യാൻ പോയിട്ട് വണ്ടി കയറിയിട്ട് എന്നോട് ഇതൊന്നും പുക വരുന്നില്ല. ഞാൻ എന്ത് ചെയ്യും? എന്നോടൊന്നും പുക വരുന്നില്ല. പിന്നെ അവരെന്തൊക്കെയോ ചെയ്തിട്ടാണ് ഇതാക്കി എടുത്തത്. അങ്ങനെയൊക്കെയുണ്ട്. പിന്നെ ഇൻഷുറൻസ് ഒക്കെ 19 രൂപേന്റെ അടുത്തൊക്കെ വരുന്നുണ്ട്. 19 രൂപ വരുന്നുണ്ട് ഇൻഷുറൻസ്. ബോണസ് ഉണ്ടെങ്കിലും 19,000 രൂപയാണ് കഴിഞ്ഞ വട്ടം ഞങ്ങൾ ഇൻഷുറൻസ് അടച്ചത്. ഇതിപ്പോ ഈ റിന്യൂവൽ ചെയ്യാൻ ഈ പ്രാവശ്യം എത്രയാണെന്ന് അറിയില്ല, കൂടോ കുറയോ എന്നുള്ളതൊന്നും അറിയില്ല. 19 രൂപേന്റെ അടുത്ത് ഇൻഷുറൻസ് വരുന്നുണ്ട്. സർവീസ് കോസ്റ്റും അതേപോലെ തന്നെ അത്യാവശ്യം കോസ്റ്റ് ഉണ്ട്. എപ്പോഴെങ്കിലും ഇൻഷുറൻസ് ക്ലെയിം ചെയ്യേണ്ട ആവശ്യം വന്നിരുന്നോ? ക്ലെയിം ചെയ്യേണ്ട ചെറിയൊരു ആവശ്യം വന്നിരുന്നു. ചെറിയൊരു ആക്സിഡന്റ് പറ്റിയിരുന്നു. ആക്സിഡന്റ് എന്ന് അറിയാൻ പറ്റില്ല, ഒരു റിവേഴ്സ് അടിച്ചാണ് എന്തൊരു വണ്ടി. ബാക്കിൽ നമ്മളെ പില്ലറിന് ജസ്റ്റ് തട്ടിയിട്ട് അത് ചെറിയത് ബെൻഡായിട്ട് അന്ന് നിവർത്തിയെന്നേ ഉള്ളൂ. അല്ലാണ്ട് വേറെ അങ്ങനെ ക്ലെയിം ചെയ്യേണ്ടി വന്നിട്ടില്ല. ചെറിയ പണികൾ ഉണ്ടായിട്ടുള്ളൂ. അതിപ്പോ എന്തായാലും അത്ര ഉണ്ടായിട്ടുള്ളൂ. ഭാഗ്യം ദൈവത്തിന്റെ ഇതുകൊണ്ട് ഒന്നും പറ്റിയില്ല. പിന്നെ വണ്ടി കുഴപ്പമില്ല. പിന്നെ സർവീസ് കോസ്റ്റ് ഒക്കെ കുറച്ച് കൂടുതലാണ്. സർവീസ് നമ്മള് 4 ബ്രേക്ക് പാഡും ഇതൊക്കെ മാറ്റിയപ്പോൾ തന്നെ ഏറെക്കുറെ 8 രൂപേന്റെ അടുത്തായിട്ട് സർവീസ് കോസ്റ്റ് ചെലവ് വന്നിട്ടുണ്ട്. അത് ഫ്രീ സർവീസ് എന്ന് പറഞ്ഞിട്ട് ഇവര് ഫസ്റ്റ് ഫ്രീ സർവീസ് 10,000 കഴിഞ്ഞപ്പോൾ അറൗണ്ട് ബില്ല് വന്നത് 6,000 അടുത്തുനിന്ന് ഫ്രീ സർവീസിൽ ചെയ്തു. ഫ്രീ സർവീസിൽ 6,000 ഇനിയിപ്പോ ഈ 30,000 വരാൻ പോവാ. ഇനി എന്തൊക്കെ വരും എന്നറിയില്ല. 6,000 നേരെ 8 എന്ന് പറഞ്ഞാൽ ബ്രേക്ക് പാഡ് സാധനങ്ങളൊക്കെ മാറ്റിയിട്ടുള്ളൂ, വേറെ ചെയ്തിട്ടില്ല. അത് ഈ എടുത്താ മാറ്റി. ഇനിയിപ്പോ അടുത്ത സർവീസ് വരുമ്പോ ഇനി എത്രയാവും റേറ്റ് എന്നൊന്നും പറയാൻ പറ്റില്ല. സർവീസ് കുറച്ച് കത്തിയാണ്. വണ്ടീനെ വെച്ച് നോക്കുമ്പോ കത്തിയല്ല. ശരി. നിതിൻ, വളരെയധികം നന്ദിയുണ്ട് ഈ ഒരു വണ്ടിയുടെ പോരായ്മകളും അതേപോലെ തന്നെ ഗുണഗണങ്ങളും എല്ലാം പറഞ്ഞു തന്നതിന്. സോ നല്ലൊരു ഹാപ്പി മോട്ടറിംഗ് നേരുന്നു. ഓക്കെ, താങ്ക് യു.